ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആ നാടൻ സുരേഷ്. അപ്പോൾ നമുക്ക് മിക്ക വീടുകളിലും കോഴികളുണ്ട്. ഇപ്പോൾ തുറന്നു വിടുന്ന കോഴികളാണെങ്കിൽ അതിൻ്റേതായ പ്രതിരോധ ശേഷിയും അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈടെക് കൂട്ടിൽ കോഴികളെ വളർത്തി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മളാണ് ശ്രദ്ധിക്കാനുള്ളത്. കോഴിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടോ, അതിനെ കൂട്ടിലടച്ചിട്ടിട്ട് ആഹാരം കൊടുക്കുന്നതെല്ലാം നമ്മൾ. കോഴികളുടെ എന്ന് വെച്ചാൽ ഭയങ്കരമായ വിശപ്പാണ്. നമ്മൾ ആഹാരം എപ്പോഴിട്ട് കൊടുത്താൽ അത് കൊത്തിപ്പറക്കി തിന്നും. ഈ ചൂട് സമയത്ത് എപ്പോഴാണ് ആഹാരം രാവിലെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിനുശേഷം എപ്പോഴാണ് ആഹാരം കൊടുക്കാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. ഞാൻ അവിടെ 2 മരുന്നുകളാണ് കൊടുക്കുന്നത്. ആ മരുന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, മരുന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതായത് സപ്ലിമെൻ്റ് ആണ് കേട്ടോ, സപ്ലിമെൻറ്റ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് റീകാൾ പോർട്ടെ. കാണാമല്ലോ, ഇത് നമ്മൾ LEV52 ദഹനത്തിനും മറ്റെല്ലാത്തിനും കൂടിയാണ് ഇത്. റീകാൾ പോർട്ടെ. ഓക്കെ, നെക്സ്റ്റ് കാൽസ്യത്തിനുള്ളത് അബിപ്ലക്സ് EC എന്ന് പറയും. ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ കൂടി ഇതിൻ്റെ വിശദമായിട്ട് എഴുതിയിടാം, വീഡിയോ കൂടെ കാണാൻ പറ്റിയില്ലെങ്കിൽ കേട്ടോ. അബിപ്ലക്സ് EC. ഓക്കെ, ഈ 2 മരുന്നുകളാണ് മാറി മാറി കൊടുക്കുന്നത്. പിന്നെ ഏതൊക്കെ ഇതിന് കൊടുക്കുന്ന, വയറ്റിളക്കത്തിന് കൊടുക്കണം, പനിയോ വല്ലതും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏത് മരുന്നാണ് കൊടുക്കാനുള്ളത്, കൈകാലുകൾ അതായത് ശക്തിയില്ലാതെ വരുന്ന ചിലതൊക്കെ വരും. ഈ കൂട്ടിൽ അടയ്ക്കുന്നതിന് വളരെ അപൂർവമായിട്ട് അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഏതൊക്കെ മരുന്നുകളാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വീഡിയോ ഇടാം. കാര്യം നമ്മൾ ഇതിൽ കൂടി കൂടുതൽ നീട്ടമുള്ള വീഡിയോ ഇടാൻ പറ്റില്ല. അത് നിങ്ങൾ ഓക്കെ. ഇത് അടുത്ത തീറ്റ എപ്പോഴാണ് കൊടുക്കണമെന്ന് അതാണ് പറയാനുള്ളത്. വൈകിട്ട് വെയിലെല്ലാം മാറി ചൂടെല്ലാം കുറഞ്ഞ് ഒരു 5-5:30 മണിയാവുമ്പം നിങ്ങൾ അടുത്ത വൈകിട്ടുള്ള തീറ്റ ഇടുക. കോഴി ആവശ്യത്തിന് തിന്നും. ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 6 മണിക്ക് ഇടുന്ന ആ സമയം വരെ അത് കഴിച്ചോളും. അപ്പോൾ അതിന് ദഹനം നടക്കും. ഈ ചൂട് സമയത്തൊന്നും ഉച്ചയ്ക്കൊന്നും കൊണ്ട് ആരും ആഹാരം ഇടരുത്. കോഴി വലിച്ചേരി തിന്നും, അതിന് ദഹനം നടക്കില്ല. പിന്നെ ഒരു കോഴിക്ക് കൂടി വന്നാൽ 100 ഗ്രാം തീറ്റയെ കൊടുക്കാവൂ. ഒരു കോഴി ശരാശരി ഒരു കോഴിക്ക് 100 ഗ്രാം. കൂടുതൽ തീറ്റ കൊടുക്കരുത്. കോഴിക്ക് ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് ചാവാൻ മരിക്കുവാൻ ഇടയാകും. അപ്പം നമുക്ക് നേരെ കോഴിയും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇനി അതിനെ തീറ്റകൾ ഇട്ട് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വേണ്ട തീറ്റയൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം 5 മണി കഴിഞ്ഞു. ഇനി അവർക്ക് തീറ്റയായിട്ട് കൊടുക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. സ്മോളടിക്കാൻ കൂടുന്നു. ഹാപ്പി ഹോളി അളിയോ. പരിപ്പ് വടയുണ്ട് കൂടെ മത്തി വറുത്തതും വാളിയ അടിച്ചു പൊളിക്കാൻ.